ഹലോ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് പ്രൈവറ്റ് കോർപ്പറേഷൻ സെലക്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലിലേക്ക് മാറ്റണമെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്ഡേറ്റ് പ്രസ് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ടാകുമ്പോൾ കോൺടാക്ട് പേ ഔട്ട് സപ്പോർട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പേജിലോട്ട് പോകും. അവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രീം ആഡോ സ്റ്റാർസോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹൗ ഡു ഐ അപ്ഡേറ്റ് ഓർ അപ്ലോഡ് ടാക്സ് ഇൻഫർമേഷൻ ഉണ്ടാവും, അത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ നമ്മളിവിടെ ഫേസ്ബുക്ക് ടീമിന് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം. സോ ഇവിടെ കൊടുത്തേക്കുന്നത് പ്ലീസ് ചേഞ്ച് മൈ ബിസിനസ് ടൈപ്പ് ടു ഇൻഡിവിജ്വൽ കൊടുക്കുക, സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇഷ്യൂ ഓൾറെഡി ഫേസ്ബുക്കിൽ പോയി. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ സപ്പോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് സപ്പോർട്ട് ഇൻബോക്സ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ അവരുടെ മെസ്സേജസ് വന്ന് കിടക്കുന്നുണ്ടാകും. അപ്പം ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് ഓൾറെഡി ഒരു സപ്പോർട്ട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് നോൺ US ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ക്രോമിൽ പോയാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഫോമാണ് കിട്ടുക. ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക. അഡ്രസ്, പാൻ, ഇമെയിൽ ID ആൻഡ് സിഗ്നേച്ചർ ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് സപ്പോർട്ട് ഇൻബോക്സിൽ പോവുക. എന്നിട്ടാകുമ്പം അവിടെ നമ്മൾ നേരത്തെ അയച്ച ഇഷ്യൂ ഉണ്ടാകും. അതിനവർ റിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് റിപ്ലൈ ചെയ്യേണ്ട സ്പേസ് ഉണ്ടാവും. അവിടെ നമ്മൾ ആഡ് അറ്റാച്ച്മെൻറ്റ് പ്രസ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യുക. എന്നിട്ടാകുമ്പോൾ നമ്മുടെ എന്താണോ നമുക്ക് പറയേണ്ടത് അത് പറയാം. ഫേസ്ബുക്ക് ടീമിൻ്റെ അടുത്ത് പ്ലീസ് ചേഞ്ച് ബിസിനസ് ക്ലാസിഫിക്കേഷൻ ടു ഇൻഡിവിജ്വൽ എന്ന് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ സെൻഡ് ബട്ടൺ അമർത്തുക. അങ്ങനെ സെൻഡ് ബട്ടൺ അമർത്തിയതിന് ശേഷം നമുക്ക് ഫേസ്ബുക്ക് ടീമിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് മെസ്സേജസ് വരും. അത് അവർ ഓൾറെഡി റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം പേ ഔട്ട് സെറ്റിങ്സ് അപ്ഡേറ്റ് ചെയ്യാം, ടാക്സ് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള റിപ്ലൈ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് വരും. അത് വന്നതിന് ശേഷം നമ്മൾക്ക് വീണ്ടും പോയിട്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയിട്ട് പേ ഔട്ട് ഇൻഫർമേഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്ക് ബിസിനസ് ടൈപ്പ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ടാക്സ് ഇൻഫർമേഷനും പേ ഔട്ടും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം.